ഹലോ ഗൈസ്, ഈ പാലക്കമല കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഇത്? നമുക്ക് ഈ മല ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഓണത്തിന് ഇടാനാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീടാണ്, പക്ഷേ ഓണത്തിന് ഇടാൻ പറ്റിയില്ല, കുറേ ലേറ്റായിപ്പോയി. ഇതാണ് പാലക്കമലയുടെ സെറ്റ്. ഇതിനൊരു 210 രൂപയായി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതതിൻ്റെ നൂല്, ഇതിൽ ഓരോ മുത്തുകളുണ്ട്, അത് കോർത്തിട്ടാണ് നമ്മൾ പാലക്കമല സെറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഈ മാല അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു വള്ളിയില്ലേ, അതാണ് കേട്ടോ അത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറേ ദിവസമായി മേടിക്കണമെന്ന് വിചാരിക്കുന്നത്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കട്ടർ. അതിനെന്തോ പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ പറയാം. പിന്നെ ആ പാലക്കമലയുടെ സെറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടാവും. 2 ജോഡി സ്റ്റഡ് പോലത്തെ കമ്മലിൻ്റെയും പിന്നെ ഈ മാലേൻ്റെ അതിൻ്റെ ഒരു മോഡൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പേപ്പറിലുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ച് നോക്കണം. ചുമ്മാ എല്ലാം നോക്കുക. ഞാൻ കുറേ ദിവസമായി പാലക്കമല ഉണ്ടാക്കി നോക്കിയിട്ട്, കണ്ടപ്പോഴോ ചെയ്തതാണ്. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ, ആ തന്ന മോഡൽ കാണുന്ന പോലെ തന്നെ വെച്ച് നോക്കി. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട്, ചിലപ്പോൾ ചില മുത്തിനൊന്നും ഹോളുണ്ടാവില്ല. 4 എണ്ണമാണ് നോർമലായിട്ടുള്ള മുത്തിലുണ്ടാവുക. പിന്നെ ഏറ്റവും സൈഡത്തെ 2 മുത്തിലും 2 ഹോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ നൂല് ഇതിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ചൊരു 1 ഇഞ്ചൊന്നും വേണ്ട, കുഴപ്പമില്ല, 1 ഇഞ്ച് കൂടി കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുത്തിൻ്റെ ഏറ്റവും സൈഡത്തെ മുത്താണ് കേട്ടോ അത്. ഇതുപോലത്തെ 2 ഉണ്ടാവും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡും. എന്നിട്ട് ഈ മുത്തിൽ കൂടെ ഈ നൂല് കോർക്കുക. ഇതാണ് കേട്ടോ ഫസ്റ്റ് മുത്ത്. എന്നിട്ട് അടുത്തത് ഇതുപോലെ കോർത്ത് പോവാണ് കേട്ടോ ലാസ്റ്റ് വരെ. അത് ഓർഡറിലായിട്ട് വെച്ച് അതുപോലെ തന്നെ കോർക്കാം. പിന്നെ ഇത് കോർത്ത് വന്നപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പം കോർക്കണത് കണ്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കൈയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തതെന്നൊക്കെ തോന്നുന്നുണ്ട്. ഞാനിതൊന്നും ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. എനിക്കിതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാനിത് കോർക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. പിന്നെ ഇതെല്ലാം അതുപോലെ തന്നെ കോർക്കുക. ഈ 2 സൈഡിൽ മുത്തിലും 2 ഹോളും, നടുക്കത്തെ മുത്തിലൊക്കെ 4 ഹോളും, അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കോർക്കുക. എല്ലാം കോർത്ത് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ലാസ്റ്റ് 2-3 കെട്ടിടുക. ഇതിൻ്റെ ബാലൻസ് ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പാലക്കമലയുടെ ഒരു ലുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയും കൂടി. പിന്നെ ഈ കെട്ടുമ്പോഴേ ഒരു ചെറിയ ഗോൾഡൻ്റെ ബീഡ്സ് അതിനകത്ത് വെച്ചിട്ട് ഒന്നുകൂടി മുറുക്കി കെട്ടുകയാണെങ്കിൽ ഒന്നുകൂടി മുറുക്കിയിരിക്കും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. പിന്നെ ഈ കട്ടർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ടിയുള്ള നൂലാട്ടോ, ഈ കോർക്കണത് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് പാടായിട്ട് തോന്നി. പിന്നെ ഈ വട്ടക്കണ്ണി ഞാൻ മേടിക്കാൻ മറന്നു എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് കേട്ടോ, അവൾ തന്നതാണ്. എന്നിട്ട് അതിലൊരു 6-7 എണ്ണം ഈ ലോക്കറ്റിലോട്ട് തന്നെ വേണം. പിന്നെ സൈഡിലാണ് മാലയുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി മേടിച്ചിട്ടില്ല, അത് കണക്ട് ചെയ്യാനും കൂടി 2 എണ്ണം വേണം കേട്ടോ. എന്നിട്ട് ഓരോ വട്ടക്കണ്ണിയിലും ഒരു 5 എണ്ണം മിനിമം വേണം. പിന്നെ കുറച്ചൊക്കെ നല്ല കട്ടിക്കായിട്ട് നല്ല ഭംഗിയിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിഷ്ടമുള്ള അത്ര ഇടാം. എന്നിട്ട് ഈ ലോക്കറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഹോൾ പോലെ ഒരു ഇത് കാണുന്നില്ല, ഒരു ഡിസൈൻ പോലെ, അതിനകത്ത് ഓരോന്നിനെ കോർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിതിൽ 5 എണ്ണം എന്നല്ല, അതിൽ കൂടുതൽ മുത്തങ്ങനെ കോർത്തിട്ടുണ്ട് കേട്ടോ. എനിക്കതിങ്ങനെ കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ ഞാൻ കോർത്തുകൊണ്ടേയിരുന്നു കേട്ടോ. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന വള്ളിയും കൂടി വട്ടക്കണ്ണി വെച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാലക്കമലയുടെ എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ലുക്ക് ഇതാണ് കേട്ടോ പാലക്കമലയുടെ. അതിൻ്റെ കൂടെ ഒരു സ്റ്റഡ് കമ്മലും കിട്ടി. മൊത്തത്തിൽ എനിക്കിഷ്ടമായി. നമ്മുടെ മാല എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കണം കേട്ടോ. താങ്ക് യു, ബൈ.